സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഞാനിന്നൊരു വ്യത്യസ്തമായൊരു വിഷയം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വലിയ ഉത്സവം നടക്കുകയാണ്. നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മഹാകുംഭമേള. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഈ മഹാകുംഭമേള. അത് കഴിഞ്ഞ കുംഭമേള നടന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ 1881 കഴിഞ്ഞ മഹാകുംഭമേള നടന്നത്. അതായത് നമ്മുടെയൊക്കെ ഒരു 5 തലമുറ മുമ്പിലുള്ള ആൾക്കാരെ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ UP-യിലെ പ്രയാഗ് രാജിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. 40 കോടി ജനങ്ങൾ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു ചരിത്രം അല്ലെങ്കിൽ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുമ്പോൾ 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. പക്ഷേ എവരി 3 കൊല്ലം, എവരി 3 ഇയർ കഴിയുമ്പോൾ നമുക്ക് കുംഭമേളകൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പൂർണ്ണ കുംഭമേളയാണ് 12 കൊല്ലം കൂടുമ്പോൾ നടക്കുന്നത്. അതുകൂടാതെ അർദ്ധ കുംഭമേളയുണ്ട്, മാഘ കുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത്. അപ്പോൾ ശരിക്ക് ഒരു സ്ഥലത്ത് ഇപ്പോൾ നാസിക്കിലെ 12 വർഷം കൂടുമ്പോഴാണ് അത് റൊട്ടേറ്റ് ചെയ്ത് വരിക. അങ്ങനെ വരുമ്പോഴാണ് ഒരു പൂർണ്ണ കുംഭമേളയാവുന്നത്. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുക. 12 വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് ഒരു മഹാകുംഭമേള വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ അർദ്ധ കുംഭമേളകളുണ്ട്. അതുപോലെ തന്നെ ഈ കുംഭമേള എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ അമൃത കുംഭം, പാലാഴി മദനത്തിലൂടെ ദേവന്മാരും അസുരന്മാരും വാസുകി സർപ്പത്തെ വടമാക്കി കൈലാസ പർവ്വതത്തെ അതിൻ്റെ കടച്ചിൽ കോലാക്കിക്കൊണ്ട് നടത്തിയ ആ ഐതിഹ്യമുണ്ടല്ലോ, അതിൽ നിന്നും അമൃതിൻ്റെ ആ കുംഭം, അതാണ് ഇതിൻ്റെ ബേസ്. ഈ കുംഭമേളയുടെ ഒരു ആദ്യകാല എന്താ പറയുക, ഒരു മിത്ത് എന്ന് തന്നെ പറയാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കുംഭമേള നടക്കുന്നത്. ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ പാപമോചനത്തിൻ്റെയും ഒരു ഉത്സവമായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇത്രയ്ക്കും ഈ പീരീഡിൽ, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ 1.5 നൂറ്റാണ്ട് കൂടുമ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നീലക്കുറിഞ്ഞി 12 വർഷം കഴിയുമ്പോഴാണ് പൂക്കോളം എന്ന് പറയും. പക്ഷേ എല്ലാ കൊല്ലവും നീലക്കുറിഞ്ഞി പൂത്തത് നമ്മൾ പേപ്പറിൽ കാണും. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിലാണ് അത് പൂക്കുന്നത്. അതുപോലെയാണ് ഈ കുംഭമേളയുടെ കാര്യം. 3 കൊല്ലം കൂടുമ്പോഴും അതിനിടയ്ക്കും പല സ്ഥലങ്ങളിലൊക്കെ കുംഭമേള നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ 4 സ്ഥലങ്ങളിൽ, അതായത് നാസിക്, ഹരിദ്വാർ, ഉജ്ജയിനി, പ്രയാഗ്രാജ്. പ്രയാഗ്രാജിൽ മാത്രമാണ് ഈ മഹാകുംഭമേള നടക്കുകയുള്ളൂ. അതും നമ്മുടെ ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി നദികളുടെ കൂടിച്ചേരുന്ന ത്രിവേണി സംഗമത്തിലാണ് ഈ കുംഭമേള നടക്കുന്നത്. കഴിഞ്ഞ 2019 കുംഭമേളയ്ക്ക് എത്ര ആൾക്കാരാണ്, കോടിക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്തോളോ, സബ്സ്ക്രൈബ് ചെയ്തോളോ, എല്ലാം ചെയ്തോളൂ. ഓക്കെ, നമസ്കാരം.